ഹലോ ഫ്രണ്ട്സ്, ഞങ്ങള് കക്കാടംപൊയിലെ അത്യുന്നത ശൃംഗത്തിൽ വിരാജിക്കുന്ന മലയുടെ ഏറ്റവും ഉന്നതിയിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ലെന്ന ധാരണയിൽ ഏറ്റവും ഉയരത്തിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് തോന്നും വലിയ സംഭവമാണിത്. ഇവിടെ ഒരു സംഭവമല്ല. ഇവിടെ കാണുന്ന ഈ കണ്ട മരങ്ങളും കാര്യങ്ങളും ഇതൊക്കെ തന്നെയുള്ളൂ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല്, ഒരുപാട് പൊട്ടന്മാര്, ഒരുപാട് ആൾക്കാര് ഈ യൂട്യൂബേഴ്സിന്റെ ഡയലോഗ് കേട്ടിട്ട് ഇവിടെ വന്ന് ഒരുപാട് ആൾക്കാർ പെട്ടുപോയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ വന്നപ്പോ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ പറയത്തക്ക കാര്യങ്ങളൊന്നും കാണാൻ ഞാൻ കണ്ടിട്ടില്ല. കണ്ടത് ഇപ്പൊ ഈ വലിയൊരു പാറ, ഈ പാറേന്റെ അഗാധ ഗർത്തത്തിലേക്ക് നോക്കിയാൽ ഇവര് എന്താ പറയാ, ഒരു ചെറിയൊരു വീടൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ അകത്ത്. ഇവിടുന്ന് വീണാൽ തീർന്ന് എല്ലാ യൂട്യൂബും കഴിയും, എല്ലാ ലൈഫും കഴിയും, എല്ലാ പ്രതീക്ഷകളും തീരും. അപ്പോ ഞാൻ അങ്ങോട്ടൊന്നും പോണില്ല, ഇതിലെങ്ങനെ ഇങ്ങോട്ട് പോകും, നമ്മളെ സുരക്ഷിതത്വം കൂടി നമ്മൾ നോക്കണല്ലോ. അപ്പോ പറയത്തക്ക വലിയൊരു സംഭവമൊന്നുമല്ല. പിന്നെ ഒരുപാട് പൈസയും സമയമൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സമയം ചെലവഴിപ്പിക്കാൻ പറ്റിയ ഒരു ചെറിയ സംഭവം, അത്രയേ ഉള്ളൂ. നേരം പോക്കിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം. അതിനപ്പുറം ഇവിടെ ഒരു യാതൊരുവിധ വൈബും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല, ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. കാരണം അപ്പൊ ഇതൊക്കെ വലിയ സംഭവമാണെന്നുണ്ടെങ്കിൽ മറ്റേ ഊട്ടി, മൈസൂർ, കൊടൈക്കനാലൊക്കെ ഇപ്പൊ എന്താക്കി തീർക്കണം, എന്ത് പറയണം, അതിനെ കുറിച്ചിട്ടൊക്കെ വലിയ സംഭവമായിട്ട് പറയണ്ടേ. അപ്പോ പൊതുവെ കുറച്ച് മലകൾ ചുറ്റപ്പെട്ട പ്രദേശം, ചെറിയ ഒരു തണുത്ത കാറ്റ് പോലെ തോന്നിക്കുന്ന ഒരു കാറ്റ്. അതിപ്പോ ഈ വെയിലും ചൂടത്തും അതുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ രാത്രി കാലങ്ങളിൽ ഇപ്പൊ ഈ സമയം, അല്ലെങ്കിൽ കാലത്തൊക്കെ ഇപ്പൊ ഈ സമയത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ സ്വാഭാവികമായിട്ട് തണുപ്പൊക്കെ അനുഭവപ്പെടുന്ന ഒരു കാലാണ് ഇപ്പൊ ഡിസംബർ, ജാനുവരി എന്നൊക്കെ പറയുമ്പോൾ. അതിനപ്പുറം ഒരു എന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യം. ഇനി കുറച്ചും കൂടി വിഷ്വല് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വന്നാൽ ഇതാണ് ഏറ്റവും ടോപ്പ്. കക്കാടംപൊയിൽ എന്ന സ്ഥലത്തിന്റെ ഒരു ഹിൽ ടോപ്പിലെ ഏറ്റവും വലിയൊരു ഹിൽ ടോപ്പില് വേറൊരു വാട്ടർ തീം പാർക്കും ഒക്കെ അവിടെ ഉണ്ട്, കുറച്ചപ്പുറത്തുണ്ട്. അത് എന്താ പറയാ, കക്കാടംപൊയിലിന്റെ പ്രകൃതി രമണീയതയായിട്ട് ബന്ധപ്പെട്ടതൊന്നല്ല. വാട്ടർ തീം പാർക്കിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇപ്പൊ വേറെ എവിടെ ചെന്നാലും നമുക്കത് വേറൊരു വൈബാണ്, വേറെ ആസ്വാദനമാണ്. അത് എന്ത് ഉണ്ടായിരിക്കാം, ഞാൻ അതിനകത്തേക്ക് പോയിട്ടില്ല. പിന്നെ ഒരു വാട്ടർ ഫാൾസ് ഉണ്ട് അവിടെ, വാട്ടർഫാൾസ് അവിടെ 40 രൂപയാണ് എൻട്രൻസ് ഫീസ്. അത് ഈ ഒരു കാലാവസ്ഥ ആയത് കാരണം വാട്ടർ ഫാൾ ചെയ്യുന്നില്ല, വാട്ടർ ഫ്ലോ മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു മാറ്റമുണ്ട്. അപ്പോ പണ്ട് അവിടെ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു, എല്ലാ സാറേ ഇവിടെ വാട്ടർ ഫാൾ ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ, പണ്ട് ഇവിടെ വാട്ടർ ഫാൾ ചെയ്തിരുന്ന സ്ഥലമായിരുന്നു എന്നൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതും ഒരു വലിയൊരു ഫെയിലിയർ തന്നെയാണ്. പിന്നെ ഇപ്പൊ എന്താ പറയേണ്ടത് ഇവിടെ കാണാൻ? ഇതൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ കാണാൻ കക്കാടംപൊയില്. അപ്പൊ ഇതുപോലത്തെ നമ്മളെ ചെറിയ ചെറിയ ഒരുപാട് സ്ഥലങ്ങള്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അതിന്റെ ഒരു ആക്ച്വൽ ഫീഡ്ബാക്ക് എന്നും ഞങ്ങൾ സത്യസന്ധമായ രീതിയിൽ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളായതുകൊണ്ട് സത്യസന്ധമായ ഒരു റിപ്പോർട്ട് നിങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ പുറകിൽ എന്റെ പിന്നാലെ നിങ്ങൾ ആരും കൂടാൻ നിൽക്കണ്ട. ഞാൻ എന്റെ കാഴ്ചപ്പാട് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സംഭവമാണെങ്കിൽ ഞാൻ അതിന്റെ മുന്നിൽ സമ്മതിച്ചു തരാനും തയ്യാറാണ്. ഓക്കെ, ശരി.